എല്ലാവർക്കും മെഷീൻ ടൂൾസിൻ്റെ തേർഡ് മൊഡ്യൂളിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മില്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആ മില്ലിങ്ങിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ള ടോപ്പിക്സ് ഗ്രൈൻഡിങ്ങുമായി റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സാണ്. സോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കെല്ലാവർക്കും സ്ഥിരമായിട്ട് കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ കേട്ട് പരിചയമുള്ളൊരു ടേമാണ് ഗ്രൈൻഡിങ്. അല്ലെ, നമുക്ക് സാധാരണ ഡ്രില്ലിംഗ് ഒക്കെ പറയുന്ന പോലെ തന്നെ കേട്ടുണ്ടാകുന്ന ഒരു ടേമാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. സോ എന്താണ് ഗ്രൈൻഡിങ്? നമുക്കറിയാം, ഇറ്റ് ഈസ് എ മെഷീനിങ് പ്രോസസ് ദാറ്റ് യൂസസ് ആൻ അബ്രസീവ് വീൽ. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളിങ്ങനെ ഒരു അബ്രസീവ് വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ആ വീൽ ഒന്നുകിൽ നമ്മൾ വർക്ക് പീസിൻ്റെ മേലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളതിനെ മെഷീനിങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ഒരു ഫിക്സഡ് ആക്സിസിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൈൻഡിങ് മെഷീനിൽ വെച്ച് ആ ഗ്രൈൻഡിങ് മെഷീൻ ടൂൾ അല്ലെങ്കിൽ അബ്രസീവ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും എന്ത് ചെയ്യും, നമ്മൾ വർക്ക് പീസ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ മെഷീനിങ് ചെയ്യുന്നുണ്ടായിരിക്കും. ഗ്രൈൻഡിങ് വീൽ ടു റിമൂവ് മെറ്റീരിയൽ ഫ്രം ദ സർഫസ് ഓഫ് എ വർക്ക് പീസ്. Various types of grinding process are used based on the shape, material and precision required for the part. അല്ലേ, അപ്പോൾ നമ്മൾ ഏത് ടൈപ്പിലുള്ള ഗ്രൈൻഡിങ് പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിക്കുക? നമ്മൾ ബേസ്ഡ് ഓൺ ദ ഷേപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾ, നമ്മൾ ഉപയോഗിക്കുന്ന വർക്ക് പീസ് അല്ലെങ്കിൽ നമ്മൾ ഏത് വർക്ക് പീസിലാണോ നമുക്ക് ആ ഒരു മെഷീനിങ് ചെയ്യേണ്ടത്, ആ വർക്ക് പീസിൻ്റെ ഷേപ്പ് ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണെന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ എത്രത്തോളം പ്രസിഷൻ അല്ലെങ്കിൽ എത്രത്തോളം അതിന് ആക്യുറസി വേണം എന്നൊക്കെ പറയുന്നത് ഒരു ഫാക്ടറായിട്ട് പറയാൻ പറ്റും. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വേണം ചോദിക്കാം, ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ഗ്രൈൻഡിങ് വീൽസ് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ മെറ്റീരിയലും ഷേപ്പും പ്രൊസിഷനൊക്കെ നമുക്ക് പറയാവുന്നതാണ്. സോ ഗ്രൈൻഡിങ് എല്ലാവർക്കും അറിയുന്ന ഒരു ടേമാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു മെഷീനിങ് പ്രോസസ്സാണ്. അവിടെ ഒരു അബ്രസീവ് വീലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മുടെ വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് അളവിലായിരിക്കും എന്ത് ചെയ്യുക, അവിടെ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നുണ്ടായിരിക്കും. ഇനി പ്രധാനപ്പെട്ട ഗ്രൈൻഡിങ് പറയുമ്പോൾ നമുക്ക് സർഫസ് ഗ്രൈൻഡിങ് വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ്ങിൽ. അപ്പോൾ സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോൾ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ സ്മൂത്ത് ഫിനിഷ് ഓൺ ഫ്ലാറ്റ് സർഫസസ്. അപ്പോൾ ഫ്ലാറ്റ് സർഫസിൽ സ്മൂത്ത് ഫിനിഷ് കൊടുക്കാൻ നമുക്ക് സർഫസ് ഗ്രൈൻഡിങ് യൂസ് ചെയ്യാവുന്നതാണ്. ദ ഗ്രൈൻഡിങ് വിൽ മൂവ്സ് ഓവർ ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ് ടു അച്ചീവ് പ്രസിഷൻ ആൻഡ് ഫ്ലാറ്റ്നെസ്. നമ്മുടെ ആ വർക്ക് പീസിൻ്റെ സർഫസിലൂടെ ഗ്രൈൻഡിങ് വീൽ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അങ്ങനെ അവിടെ പ്രസിഷനും അല്ലെങ്കിൽ ആ ഫ്ലാറ്റ്നെസ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ്ങിൽ സർഫസ് ഗ്രൈൻഡിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെയാണ് നമ്മുടെ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്. സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്. അപ്പം പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും എന്തായിരിക്കും സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗ്രൈൻഡ് എക്സ്റ്റേണൽ സിലിണ്ടറിക്കൽ സർഫസസ്. ഒരു സിലിണ്ടറിക്കൽ വർക്ക് പീസിൻ്റെയൊക്കെ എക്സ്റ്റേണൽ സർഫസ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യുന്നത് യൂസ് ചെയ്യാം, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് യൂസ് ചെയ്യാം. അപ്പോൾ എക്സ്റ്റേണൽ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എക്സ്റ്റേണലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും, ഇൻറ്റേണലായിട്ടും ചെയ്യാൻ പറ്റും. അതായത് ദർ ആർ 2 ടൈപ്സ് അല്ലേ, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് 2 ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സിലിണ്ടറിൻ്റെയൊക്കെ പുറമെ, ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള വർക്ക് പീസിൻ്റെ പുറമെ നമുക്ക് എക്സ്റ്റേണലായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. ഇൻറ്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ഹോളോ പൈപ്പ് സെക്ഷനൊക്കെയാണ് നമുക്ക് ആ ഹോളിൻ്റെ അകത്ത് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ ഇൻറ്റേർണൽ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഇൻവോൾവ് ഗ്രൈൻഡിങ് ഓഫ് ദ ഔട്ടർ ഓർ ഇന്നർ സർഫസസ് ഓഫ് സിലിണ്ടറിക്കൽ വർക്ക് പീസസ് റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് നമുക്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് പറയാൻ പറ്റുന്നത് സിലിണ്ടറിക്കൽ സർഫസാണ് ഗ്രൈൻഡ് ചെയ്യുക. അത് ഇൻറ്റേർണൽ ആയിട്ടുള്ള സർഫസും ചെയ്യാൻ പറ്റും, അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സർഫസും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെയാണ് നമ്മുടെ സെൻറ്റർലെസ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, എന്താണ് സെൻറ്റർലെസ് ഗ്രൈൻഡിങ്? ഇറ്റ് ഇൻവോൾവ്സ് ദ ഗ്രൈൻഡിങ് ഓഫ് സിലിണ്ടറിക്കൽ പാർട്സ് വിത്തൗട്ട് യൂസിങ് സെൻറ്റേഴ്സ് ടു ഹോൾഡ് ദ പാർട്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ നമ്മുടെ മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ട് ഗ്രൈൻഡിങ് വീലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടാണ് നമ്മൾ മെഷീൻ ചെയ്യുന്നതായിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ ഗ്രൈൻഡിങ് ഓഫ് സിലിണ്ടറിക്കൽ പാർട്സ് വിത്തൗട്ട് യൂസിങ് സെൻറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഒരു സെൻറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാനായിട്ട് അടുത്തൊരു പോയിന്റ് നോക്കാം. ദ വർക്ക് പീസ് ഈസ് സപ്പോർട്ടഡ് ബൈ എ വർക്ക് റെസ്റ്റ് ബ്ലേഡ് ആൻഡ് ഈസ് ഗ്രൗണ്ട് ബിറ്റ്വീൻ 2 റൊട്ടേറ്റിംഗ് വീൽസ്. അപ്പോൾ 2 റൊട്ടേറ്റിംഗ് വീൽസിനിടയ്ക്കാണ് നമ്മൾ വർക്ക് പീസിനെ അറേഞ്ച് ചെയ്ത് വെക്കുക. 2 റൊട്ടേറ്റിംഗ് വീലിനിടയ്ക്കാണ് നമ്മുടെ ആ ഒരു വർക്ക് പീസിനെ അലൈൻ ചെയ്യുക. അതായത് ഈ 2 വീലിനിടയ്ക്കായിരിക്കും നമ്മൾ വർക്ക് പീസിന് ഇതിനിടയ്ക്കായിരിക്കും വെക്കുക. അപ്പോൾ ഈ കാണുന്ന ഗ്രൈൻഡിങ് വീൽസ് റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ ഒന്ന് റെഗുലേറ്റിംഗ് വീലും ഒന്ന് ഗ്രൈൻഡിങ് വീലായിരിക്കും. ഇതാണ് നമ്മുടെ വർക്ക്. ഇപ്പോൾ നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വർക്ക് പീസൊക്കെയാണ് നമുക്ക് സെൻറ്റർലെസ് ഗ്രൈൻഡിങ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുക. അതേപോലെ താഴെ ഒരു വർക്ക് ബ്ലേഡ്
അല്ലെങ്കിൽ ഒരു ടേബിൾ, നമ്മളൊരു വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പിലുള്ള ബ്ലേഡ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരിക്കും. നമുക്കൊന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനുള്ള ഡയഗ്രം ഉണ്ട്. അത് നോക്കാം. ഞാൻ ഇവിടെ വരച്ച പോലെ തന്നെ ഒരു ഗ്രൈൻഡിങ് വീലുണ്ട്, അതുപോലെ ഒരു റെഗുലേറ്റിംഗ് വീലും ഉണ്ട്. നമ്മളിതിനിടയ്ക്കാണ് നമ്മുടെ വർക്ക് പീസിനെ അലൈൻ ചെയ്യുക. ഇനി നമുക്ക് ആ വർക്ക് പീസിനെ റെസ്റ്റ് ചെയ്യാനായി, അല്ലെങ്കിൽ നമുക്ക് വർക്ക് പീസിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഒരു വർക്ക് റെസ്റ്റ് ബ്ലേഡ് ഉണ്ടായിരിക്കും. സോ ഈ റെഗുലേറ്റിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യും, അതിനനുസരിച്ച് വർക്ക് പീസ് എന്ത് ചെയ്യും, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കറിയാം ഗ്രൈൻഡിങ് വീലും റെഗുലേറ്റിംഗ് വീലും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രൈൻഡിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രൈൻഡിംഗ് വീലിനും റെഗുലേറ്റിംഗ് വീലിനും ഇടയ്ക്ക് വെച്ച് ഈ വർക്ക് പീസിന് എന്ത് ചെയ്യാണ്, ഗ്രൈൻഡ് ചെയ്യുകയാണ്. സോ ഇവിടെ ജസ്റ്റ് ഒരു വർക്ക് റെസ്റ്റ് മാത്രം വെച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വർക്ക് പീസിനെ മാത്രമേ നമുക്കിവിടെ ഗ്രൈൻഡിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കുള്ളൂ. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ സെൻറ്റർലെസ് ഗ്രൈൻഡിങ്ങിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് 7 മാർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ സെൻറ്റർലെസ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ഫിഗറാണ്. ഒരു 3 സർക്കിളും ഒരു വർക്ക് റെസ്റ്റും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്കും കിട്ടും. അതുപോലെ തന്നെ വർക്ക് പീസ് മാർക്ക് ചെയ്യുക, അതിൻ്റെ റൊട്ടേഷണൽ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക, പിന്നെ ഗ്രൈൻഡിങ് വീലും റെഗുലേറ്റിംഗ് വീലും വർക്ക് റെസ്റ്റും കാണിക്കുക, അതുപോലെ വർക്ക് പീസും മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനായിട്ട് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സെൻറ്റർലെസ് ഗ്രൈൻഡിങ്. സെൻറ്റർലെസ് ഗ്രൈൻഡിങ് ഈസ് എ മെഷീനിങ് പ്രോസസ് വേർ ദ വർക്ക് പീസ് ഈസ് നോട്ട് ഹെൽഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്. നമ്മൾ സാധാരണ നമ്മൾ വർക്ക് പീസിന് എന്ത് ചെയ്യും, സെൻറ്റേഴ്സിനിടയ്ക്ക് നമ്മൾ ലെയ്ത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ സെൻറ്റേഴ്സിനിടയ്ക്ക് എന്ത് ചെയ്യും, അതിനെ അലൈൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് വർക്ക് പീസിന് നമുക്ക് സെൻറ്റേഴ്സിനിടയ്ക്ക് വെക്കേണ്ട ആവശ്യമില്ല. സപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് ഒരു വർക്ക് റെസ്റ്റ് കൊടുത്തില്ല, താഴെ ഒരു ബ്ലേഡ് പോലത്തെ വർക്ക് റെസ്റ്റാണ്, ആ ബ്ലേഡാണ് എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. വർക്ക് ഈസ് സപ്പോർട്ട് ബൈ എ ബ്ലേഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക് റെസ്റ്റ്. എൻ്റെ പേര് നമ്മൾ പറഞ്ഞു വർക്ക് റെസ്റ്റ് ആണ്. ആൻഡ് ഈസ് യൂസ്ഡ് ടു കീപ് ദ വർക്ക് പീസ് പ്രസ്സിങ് അഗെയിൻസ്റ്റ് ദ ഫേസ് ഓഫ് ദ കൺട്രോൾ വീൽ. അപ്പോൾ ആ ഒരു റെഗുലേറ്റിംഗ് വീൽ അഥവാ കൺട്രോൾ വീലിൻ്റെയും അതുപോലെ തന്നെ ഗ്രൈൻഡിംഗ് വീലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്ന ഭാഗമാണ് നമ്മുടെ ആ വർക്ക് റെസ്റ്റ് അഥവാ വർക്ക് ബ്ലേഡ് എന്ന് പറയുന്നത്. ഗ്രൈൻഡിങ് ഈസ് ഡൺ ബൈ പ്ലേസിംഗ് ദ വർക്ക് ബിറ്റ്വീൻ 2 റൊട്ടേറ്റിംഗ് വീൽസ്. അല്ലെങ്കിൽ ഗ്രൈൻഡിംഗ് ആണ് നടക്കുന്നത് ആ 2 റൊട്ടേറ്റിംഗ് വീൽസിന് ഇടയ്ക്ക് വർക്ക് പീസിന് വെച്ചിട്ടാണ് അവിടെ ഗ്രൈൻഡിംഗ് നടക്കുന്നുണ്ടായിരിക്കുക. 1 വീൽ ഈസ് ദ ഗ്രൈൻഡിംഗ് വീൽ. അതിൽ ഒന്ന് ഗ്രൈൻഡിംഗ് വീലാണ് വിച്ച് റിമൂവ്സ് മെറ്റീരിയൽ ഫ്രോം ദ സർഫസ്. നമുക്കറിയാം ആ ഗ്രൈൻഡിംഗ് വീൽ എന്ത് ചെയ്യും, ആ സർഫസിൽ നിന്ന് വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്ന് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യും. ദ അതർ വീൽ ഈസ് ദ റെഗുലേറ്റിംഗ് വീൽ. രണ്ടാമത്തെ വീൽ റെഗുലേറ്റിംഗ് വീലാണ് വിച്ച് കൺട്രോൾസ് ദ സ്പീഡ് ആൻഡ് ദ ഫീഡ് ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ ആ ഒരു റെഗുലേറ്റിംഗ് വീൽ അഥവാ കൺട്രോൾ വീലാണ്. അപ്പോൾ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് കൺട്രോൾ, റെഗുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുകയാണ്, നിയന്ത്രിക്കുകയാണ്. അപ്പോൾ കൺട്രോൾ വീൽ അഥവാ റെഗുലേറ്റിംഗ് വീൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ സ്പീഡും അതുപോലെ തന്നെ ഫീഡൊക്കെ വർക്ക് പീസിൻ്റെ ഫീഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു കൺട്രോൾ വീൽ അഥവാ റെഗുലേറ്റിംഗ് വീലായിരിക്കും. The workpiece rotates between the 2 wheels, allowing for precise grinding of cylindrical surfaces. നമുക്ക് മനസ്സിലായി എന്താണ് സെൻട്രലെസ് ഗ്രൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ 2 വീൽസ് യൂസ് ചെയ്യും. ഒന്ന് റെഗുലേറ്റിംഗ് വീൽ അഥവാ കൺട്രോൾ വീലും ഗ്രൈൻഡിംഗ് വീലും. അതിനിടയ്ക്ക് നമ്മൾ ഒരു വർക്ക് റെസ്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ മേലായിരിക്കും നമ്മൾ വർക്ക് പീസിനെ അലൈൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡിംഗ് വീലും റെഗുലേറ്റിംഗ് വീലും റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ വർക്ക് പീസ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും നമ്മുടെ ഗ്രൈൻഡിംഗ് വീൽ അതിൻ്റെ സർഫസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് മെറ്റീരിയൽ റിമൂവ് ആവുകയും ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അഡ്വാൻറ്റേജ് നമ്മുടെ സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിൽ വരുന്ന പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ആയിരിക്കും, യൂണിഫോം ആൻഡ് പ്രിസൈസ് ഗ്രൈൻഡിങ്, അതുപോലെ എബിലിറ്റി ടു ഗ്രൈൻഡ് തിൻ ആൻഡ് സ്മോൾ വർക്ക് പീസസ്. അപ്പോൾ ഓർത്ത് വെക്കാൻ പറ്റിയ പോയിൻ്റാണ് 3. അപ്പോൾ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ വർക്ക് പീസ് നമുക്ക് ഈസി ആയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, ഹൈ പ്രൊഡക്ഷൻ റേറ്റ്, യൂണിഫോം ആൻഡ് പ്രിസൈസ് ഗ്രൈൻഡിങ്, എബിലിറ്റി ടു ഗ്രൈൻഡ് തിൻ ആൻഡ് സ്മോൾ വർക്ക് പീസസ്, കണ്ടിന്യൂസ് പ്രോസസ്സ്. ലിമിറ്റേഷൻസ് പറയുന്നത് ലിമിറ്റഡ് ടു അല്ലേ, നമുക്കറിയാം ലിമിറ്റഡ് ടു സിലിണ്ടറിക്കൽ വർക്ക് പീസസ്. അപ്പോൾ നമുക്കിവിടെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വർക്ക് പീസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. റിക്വേഴ്സ് പ്രോപ്പർ സെറ്റപ്പ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സെറ്റപ്പ് നമ്മുടെ വർക്ക് പീസിനൊക്കെ അലൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ റെഗുലേറ്റിംഗ് വീലും ഗ്രൈൻഡിങ് വീലും ഒരു വർക്ക് സപ്പോർട്ട് അഥവാ വർക്ക് ബ്ലേഡൊക്കെ നമുക്ക് അത്യാവശ്യം ആണ്. സോ പ്രോപ്പർ സെറ്റപ്പ് നമുക്ക് അത്യാവശ്യമാണ്. കോംപ്ലക്സിറ്റി ഇൻ കൺട്രോളിങ് ടോളറൻസസ്. അപ്പോൾ നമുക്ക് ടോളറൻസ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കുന്ന കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അതുപോലെ അപ്ലിക്കേഷൻസ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ, പിന്നെ ബിയറിംഗ് മാനുഫാക്ചറിങ്, ടൂൾ ആൻഡ് ഡൈ ഇൻഡസ്ട്രിയിൽ, ജനറൽ മെറ്റൽ വർക്കിങ്ങിലൊക്കെ നമുക്ക് ഈ ഒരു സെൻട്രലെസ് ഗ്രൈൻഡിങ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, ബിയറിംഗ് മാനുഫാക്ചറിങ്, ടൂൾ ആൻഡ് ഡൈ ഇൻഡസ്ട്രി, ജനറൽ മെറ്റൽ വർക്കിംഗ് ഇൻഡസ്ട്രീസ്. സോ ഗ്രൈൻഡിങ്ങിനെ കുറിച്ച് അത്രയും മനസ്സിലാക്കി വെക്കുക. നമ്മുടെ സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിനെ കുറിച്ച് അത്രയും മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ
ഇൻറ്റേർണൽ ഗ്രൈൻഡിങ് ആണ്. പേര് കേട്ടാലേ മനസ്സിലാവും. നമുക്ക് ഇൻറ്റേർണൽ അകത്ത് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിലിണ്ടറിക്കൽ ഷേപ്പിനൊക്കെയുള്ള അകത്ത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻറ്റേർണൽ ഗ്രൈൻഡിങ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ദ ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടറിക്കൽ ഓർ കോണിക്കൽ സർഫസസ്. ദ വീൽ ഈസ് സ്മോളർ ആൻഡ് ഇൻസേർട്ടഡ് ഇൻ ടു ദ വർക്ക് പീസ് ടു ഗ്രൈൻഡ് ഇൻസൈഡ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. വർക്ക് പീസിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ ഹോൾസിനകത്ത് ഗ്രൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻറ്റേർണൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ അത്യാവശ്യമുള്ളത്, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പേര് കേട്ടാൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂളും ഷാർപ്പൻ ചെയ്യാനൊക്കെ നമ്മൾ കട്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൂൾസ്, നമ്മൾ കട്ടിംഗ് ടൂൾസൊക്കെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രൈൻഡിങ് ആണ് ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ്. ഇറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ ഷാർപ്പനിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ടൂൾസ് സച്ച് ആസ് ഡ്രില്ല്, മില്ലിംഗ് കട്ടേഴ്സ്, അതുപോലത്തെ വാരിയസ് ടൈപ്സ് ഓഫ് കട്ടിംഗ് ടൂൾസൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ ഈ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ് ആണ് യൂസ് ചെയ്യുക. അടുത്ത ഫോം ഗ്രൈൻഡിങ് ആണ്. അതായത് സ്പെഷ്യൽ ഷേപ്പ്, അതായത് പ്രത്യേകം ഒരു കർവി ഷേപ്പൊക്കെ ഉള്ള ഭാഗങ്ങൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ഗ്രൈൻഡിങ് ആണ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് സ്പെസിഫിക് ഷേപ്സ് ഓൺ എ വർക്ക് പീസ്. ദ ഗ്രൈൻഡിങ് വീൽ ഈസ് ഡ്രസ്ഡ് വിത്ത് ദ റിക്വയർഡ് പ്രൊഫൈൽ ഫോർ ഫോം ഗ്രൈൻഡിങ്. ഓക്കെ, അപ്പോൾ അത്രയും പഠിക്കുക. ഇതൊന്നും അത്ര ലാസ്റ്റ് വരുന്ന ഏഴാമത്തൊന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ജസ്റ്റ് നോട്ട് കൊടുത്തുന്നുള്ളൂ. വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക സമയം ഉണ്ടെങ്കിൽ മാത്രം. നമുക്ക് ഇനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് നമ്മുടെ ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്യുന്ന ബോണ്ടുകൾ. ബോണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഗ്രൈൻഡിങ് വീലിൻ്റെ അബ്രസീവ് ഗ്രെയിൻസ് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 6ഓളം ടൈപ്പ് ബോണ്ടിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ പേരൊന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ എക്സാമിന് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 7 മാർക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ 7 മാർക്കും ചോദിക്കുമ്പോൾ ആ 6 പേരും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ യൂസുകളും ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് വിട്രിഫൈഡ് ബോണ്ട്, റെസിനോയിഡ് ബോണ്ട്, സിലിക്കേറ്റ് ബോണ്ട്, ഷെല്ലാക്ക് ബോണ്ട്, റബ്ബർ ബോണ്ട്, മെറ്റൽ ബോണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ സാധാരണ ഗ്രൈൻഡിങ് വീൽ കാണാറുണ്ട്, അതിൻ്റെ മേലെ ഇങ്ങനെ ഇല്ലേ ഡോട്ട് 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 പോലെ ഇങ്ങനെ ഒരു റഫായുള്ള സർഫസാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ആ റഫായുള്ള സർഫസ് ഉണ്ടാക്കിയുള്ളതെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും തരത്തിലുള്ള അബ്രസീവ്സ് കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ആ ഒരു റഫ് സർഫസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു അബ്രസീവ്സിൻ്റെ ഗ്രെയിൻസുകൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിനാണ് നമ്മൾ, അല്ലെങ്കിൽ ഗ്രെയിൻസിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോമ്പിനേഷൻ നമ്മൾ കോമൺ ആയിട്ട് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ടൈപ്സ് ഓഫ് ബോണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു 6 കാണുന്നുണ്ടായിരിക്കുക. വിട്രിഫൈഡ് ബോണ്ട്, റെസിനോയിഡ് ബോണ്ട്, സിലിക്കേറ്റ് ബോണ്ട്, ഷെല്ലാക്ക് ബോണ്ട്, റബ്ബർ ബോണ്ട്, മെറ്റൽ ബോണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും പേര് പഠിച്ചു വെക്കുക. ഇതിൽ കുറച്ച് അതിൽ പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ജസ്റ്റ് ഓരോന്നിലും അപ്ലിക്കേഷൻ ലെവലിൽ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഷെല്ലാക്ക് ബോണ്ട് ആകുമ്പോൾ ഉണ്ടോ നമ്മൾ കട്ട്ലറി അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റ്, ക്രാങ്ക് പിന്നൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ ഷെല്ലാക്ക് ബോണ്ട് യൂസ് ചെയ്യേണ്ടതായിരിക്കും. പിന്നെ മെറ്റൽ ബോണ്ട്സ് വരുന്നുണ്ട്. അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈമറിലി ആസ് ബൈൻഡിങ് ഏജൻറ്റ്സ് ഫോർ ഡയമണ്ട് അബ്രസീവ്സ്. അപ്പോൾ മെറ്റൽ ബോണ്ടിൽ യൂസ് ചെയ്യുന്നത് ഡയമണ്ട് അബ്രസീവ്സ് ആയിരിക്കും. പിന്നെ റബ്ബർ ബോണ്ട് വരുന്നുണ്ട്, അതായത് എക്സ്ട്രീംലി ടഫ് ആൻഡ് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിലൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചില്ല, സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കാം ഈ ഒരു റബ്ബർ ബോണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെ അപ്ലിക്കേഷൻ പോലെ ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചാൽ മതി. അപ്പോൾ എക്സാമിന് ചിലപ്പം 3 മാർക്കിനും അല്ലെങ്കിൽ 7 മാർക്കിനും ചോദിക്കും. 3 മാർക്കിനാകുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ പേരുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതിയാവും, 6 പേരുകൾ. 7 മാർക്കിനാകുമ്പോൾ ജസ്റ്റ് ഓരോതിനെക്കുറിച്ചും ഓരോ പോയിൻറ്റും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, പ്രത്യേകിച്ച് അതിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് പിടി കിട്ടും. സോ ഗ്രൈൻഡിങ്ങിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് അടുത്തൊരു പ്രോസസ്സാണ് നമ്മുടെ ഗ്രൈൻഡിങ്ങിൻ്റെ പോലെ തന്നെ വരുന്ന പ്രോസസ്സാണ് ലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എക്സാമിനൊക്കെ 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റബ്ബിംഗ് 2 സർഫസസ് ടുഗദർ വിത്ത് ആൻ അബ്രസീവ് ബിറ്റ്വീൻ ദം ടു അച്ചീവ് എ സ്മൂത്ത് ആൻഡ് ഫ്ലാറ്റ് സർഫസ്. അതായത് 2 സർഫസിനിടയ്ക്ക് നമ്മൾ അബ്രസീവ്സ് എന്ത് ചെയ്യും, ഇതിനിടയ്ക്ക് അബ്രസീവ്സ് ഇൻസേർട്ട് ചെയ്യും. എന്ത് ചെയ്യും, നമ്മൾ ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താവും, നമ്മുടെ ആ വർക്ക് പീസിൻ്റെ മേലിൽ നിന്ന് മെറ്റീരിയൽസ് റിമൂവ് ചെയ്തുകൊണ്ട് സർഫസ് ഫിനിഷ് കൊടുക്കുന്ന പ്രോസസ്സാണ് ലാപ്പിംഗ് എന്ന് പറയുന്നത്. സാധാരണ പോളിഷൊക്കെ ചെയ്യുന്ന കണ്ടായിരിക്കും, നമ്മൾ കാറുകളും ബൈക്കുകളൊക്കെ നമ്മൾ പോളിഷ് ചെയ്യുന്ന കണ്ടായിരിക്കും അല്ലേ. അതായത് നമ്മുടെ ആ ബോഡിയുടെ മേലെ ഒരു വാക്സ് പോലത്തെ സംഭവം നമ്മൾ അപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ നമ്മുടെ കയ്യിലൊരു എന്താ പറയുക ഒരു സ്റ്റോൺ പോലത്തെ സാധനം ഉണ്ടായിരിക്കും, വെച്ച് നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക അവിടെ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ ആ ഒരു തിളക്കൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം വർക്ക് പീസ് ഇതാണ്. അപ്പോൾ അതുപോലെ ഇത് നമ്മുടെ ലാപ്പ് പ്ലേറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വർക്ക് പീസിൻ്റെ മേലെ ഇതേപോലെ സ്ലറി അഥവാ അബ്രസീവ്സ് എന്ത് ചെയ്യും, ഇതേപോലെ അപ്ലൈ ചെയ്യും.
ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ലാപ്പ് പ്ലേറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ മേലെ കൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ, ഓക്കെ, ഈ ഫിഗർ നോക്കട്ടോ, താഴെ വർക്ക് പീസിൻ്റെ മേലെ നമ്മൾ അബ്രസീവ്സ് അപ്ലൈ ചെയ്യും. നമ്മൾ ലാപ്പ് അഥവാ ഒരു സ്റ്റോൺ പോലത്തെ സാധനം ഉപയോഗിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ പല ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ ആ വർക്ക് പീസിൻ്റെ മേലിൽ നിന്ന് ചെറിയ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ് ആവുകയും അവിടെ സർഫസ് ഫിനിഷ് കിട്ടുന്ന പ്രോസസ്സാണ് ലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഹൈ പ്രസിഷൻ ആയിരിക്കും, സുപ്പീരിയർ സർഫസ് ഫിനിഷ്, കറക്റ്റ് സർഫസ് ഇംപെർഫെക്ഷൻസ്. അപ്പോൾ നമ്മുടെ സർഫസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യാൻ നമുക്ക് ലാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കാൻ പറ്റും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് 3 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ ചോദിക്കാം. 7 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗറൊക്കെ വരച്ച് ഇതിലെല്ലാ കാര്യങ്ങളും കടലപ്പെടുത്തണം. വർക്ക് പീസ്, ലാപ്പ്, അബ്രസീവ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ അടുത്ത നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹോണിംഗ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഹോണിംഗ് എന്ന് പറഞ്ഞാൽ. നോക്കാം. ഇറ്റ് ഈസ് എ സർഫസ് ഫിനിഷിംഗ് പ്രോസസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ ആക്യുറസി ആൻഡ് ഫിനിഷ് ഓഫ് സിലിണ്ടറിക്കൽ സർഫസസ്. അപ്പോൾ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ ആക്യുറസിയും ഫിനിഷൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹോണിംഗ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് അബ്രസീവ് സ്റ്റോൺസ് മൗണ്ടഡ് ഓൺ എ ഹോണിംഗ് ടൂൾ. അപ്പോൾ ഒരു ഹോണിംഗ് ടൂളിൻ്റെ മേലെ നമ്മൾ അബ്രസീവ് സ്റ്റോൺസ് നമ്മൾ മൗണ്ട് ചെയ്യും. വിച്ച് റൊട്ടേറ്റ്സ് ആൻഡ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ഇൻസൈഡ് ദ ബോർ. അപ്പോൾ സാധാരണ ഇതിൽ നിങ്ങൾ ഫിഗർ നോക്കുക, ഇവിടെ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് കണ്ടോ, അതായത് ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും നമ്മുടെ സിലിണ്ടറിക്കൽ ഇതിൻ്റെ അകത്തുള്ള സർഫസ് നമുക്ക് എന്ത് ചെയ്യണം, സ്മൂത്ത് ആക്കണം, അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഹോണിംഗ് ടൂൾ എന്ന് പറയുന്ന ഭാഗം. ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഹോണിംഗ് ടൂൾ. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു ഗ്രീൻ കളറിൽ ഓരോ സ്റ്റോണുകൾ കാണുന്നുണ്ടായിരിക്കും. അതായത് ഈ കാണുന്ന സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ മേലെ ഇതേപോലത്തെ ചുറ്റും ഓരോ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഹോണിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, ഹോണിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇത് റൊട്ടേറ്റും ചെയ്യും, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ താഴോട്ടും മേലോട്ടും സ്ലൈഡും ചെയ്യും. പല ചോക്ക ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, താഴേക്കും മേലേക്കും പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തുള്ള സിലിണ്ടറിക്കൽ സർഫസ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സർഫസ് ഫിനിഷ് കൂട്ടാൻ പറ്റും. ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഹോണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഫിഗറുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ അകം നമ്മൾ ഹോണിംഗ് ടൂൾ ഉപയോഗിച്ച് സർഫസ് ഫിനിഷ് കൊടുക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ നമ്മുടെ വർക്ക് പീസ്, ഇതാണ് നമ്മുടെ വർക്ക് പീസ്, ഹോളോ വർക്ക് പീസാണ്. അപ്പോൾ അതേപോലെ ഹോണിംഗ് ഹെഡ് അഥവാ ഹോണിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മേലെ ഹോണിംഗ് സ്റ്റോൺസ് ഉണ്ടായിരിക്കും. ഇത് റൊട്ടേറ്റും ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ നീങ്ങും. അപ്പോൾ അങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് സർഫസ് ഫിനിഷ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഹോണിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് എ സർഫസ് ഫിനിഷിംഗ് പ്രോസസ് used to improve the accuracy and finish of cylindrical surfaces. It involves using abrasive stones mounted on a honing tool which rotates and moves up and down inside the bore. This process removes very small amounts of material to create a precise smooth surface. The abrasive stones rub against the workpiece producing a finely finished surface. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഹോണിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങളെ ഫിഗറൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അതൊന്നും നിങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടുപോകരുത്. പിന്നെ ഹോണിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് എന്ന് പറയുന്നുണ്ട്. ഇംപ്രൂവ്ഡ് സർഫസ് ഫിനിഷ് ആയിരിക്കും, ആക്യുറേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, മൈനർ എറേഴ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റേർണൽ സർഫസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഹോണിംഗ് ടൂൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്ലോ മെറ്റീരിയൽ റിമൂവലും ലിമിറ്റഡ് ടു ഇൻറ്റേർണൽ സർഫസസ്. ഇൻ അപ്ലിക്കേഷൻസ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെ വണ്ടിയുടെയൊക്കെ എൻജിൻ സിലിണ്ടേഴ്സിൻ്റെ അകത്തൊക്കെ നമുക്ക് ആ ഒരു സർഫസ് ഫിനിഷ് കൊടുക്കാനും, അതുപോലെ തന്നെ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ്, ഗൺ ബാരൽസ്, ട്രാൻസ്മിഷൻ ഗിയേഴ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹോണിംഗ് യൂസ് ചെയ്യാവുന്നതാണ്, ആ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തൊരു പ്രോസസ്സാണ് നമ്മുടെ സൂപ്പർ ഫിനിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പേര് പോലെ തന്നെ സൂപ്പർ ഫിനിഷ്, അതായത് എക്സ്ട്രീം എമൗണ്ട് ഓഫ് സർഫസ് ഫിനിഷ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് എ ഫൈൻ ഫിനിഷിംഗ് പ്രോസസ് സിമിലർ ടു ഹോണിംഗ് ബട്ട് വിത്ത് ഫൈനർ അബ്രസീവ്സ് ആൻഡ് സ്ലോവർ മൂവ്മെൻറ്റ്. അപ്പോൾ വളരെ ഫൈനായിട്ടുള്ള അബ്രസീവ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നമുക്ക് ഏറ്റവും നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സർഫസ് ഫിനിഷ് കൊടുക്കാൻ നമ്മൾ സൂപ്പർ ഫിനിഷിങ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മൾ ആ ഒരു സൂപ്പർ ഫിനിഷിങ്ങിൻ്റെ ടൂള്, നമ്മൾ ആ അബ്രസീവുള്ള ടൂൾ എന്തായിരിക്കും, വളരെ സ്ലോവർ മൂവ്മെൻറ്റ്സ്, അതായത് വളരെ സ്ലോ സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുക, അത് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദ വർക്ക് പീസ് ഈസ് സബ്ജക്റ്റഡ് ടു എ സ്ലോ റെസിപ്രോക്കേറ്റിംഗ് ഓർ ഓസിലേറ്റിംഗ് മോഷൻ എഗെയിൻസ്റ്റ് ആൻഡ് അബ്രസീവ് സ്റ്റോൺ വൈൽ റൊട്ടേറ്റിംഗ് സ്ലോലി. അപ്പോൾ ഒരു അബ്രസീവ് സ്റ്റോൺ വളരെ സ്ലോലി റൊട്ടേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, അത് ഓസിലേറ്റ് ചെയ്യും അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് നമ്മുടെ സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ അഡ്വാൻറ്റേജ് പറയുന്നത് എക്സ്ട്രീംലി സ്മൂത്ത് സർഫസ് പ്രൊവൈഡ്സ് ഹൈലി പോളിഷ്ഡ് ആൻഡ് സ്മൂത്ത് ഫിനിഷ് വിത്ത് മിനിമൽ സർഫസ് റഫ്നെസ്. അപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള സർഫസ് ഫിനിഷ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. റെഡ്യൂസസ് വെയർ ആൻഡ് ഫ്രിക്ഷൻ.
ഓക്കെ, ഫ്രിക്ഷനും വെയർ ആൻഡ് ടിയർ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്സ് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഒരു സർഫസിൻ്റെ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലും ലിമിറ്റേഷൻ പറയുമ്പോൾ നമുക്ക് ലോ മെറ്റീരിയൽ റിമൂവലാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള മെറ്റീരിയലും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ലിമിറ്റഡ് യൂസ് ഓൺ സർട്ടൻ മെറ്റീരിയൽസ്. അതുപോലെ അപ്ലിക്കേഷൻസ് ക്രാങ്ക് ഷാഫ്റ്റിൽ നമുക്ക് സൂപ്പർ ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കും. ക്യാം ഷാഫ്റ്റിൽ, പിന്നെ റോളർ ബിയറിങ്സിൽ അല്ലെങ്കിൽ ബോൾ ബിയറിങ്സിൽ, നമ്മുടെ ഗിയേഴ്സിൻ്റെയൊക്കെ ട്രാൻസ്മിഷൻ ഷാഫ്റ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാർക്കിന് ചോദിക്കാം, ഇതിൻ്റെ സൂപ്പർ ഫിനിഷിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻസോ ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗറും കൂടി പഠിച്ച് വെക്കുക. സൂപ്പർ ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ലാപ്പിംഗ് പഠിച്ച പോലെ തന്നെ ഇവിടെ ഇതാണ് നമ്മുടെ സൂപ്പർ ഫിനിഷിങ്ങിൻ്റെ ടൂള്. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഇത് റൊട്ടേറ്റും ചെയ്യും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ മൊത്തം ടൂൾ എന്ത് ചെയ്യും, അത് ഈ ഡയറക്ഷനിൽ റെസിപ്രോക്കേറ്റും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് പീസ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ അബ്രസീവും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലാപ്പിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഇടയ്ക്ക് അബ്രസീവ് അപ്ലൈ ചെയ്യും. അതുപോലെ സൂപ്പർ ഫിനിഷിൻ്റെ ടൂള് റെസിപ്രോക്കേറ്റും ചെയ്യും, റൊട്ടേറ്റും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഈ ഒരു ഫിഗർ പഠിച്ചു വെക്കുക. ഓക്കെ, സൂപ്പർ ഫിനിഷിങ്ങിൻ്റെ ഒന്നുകിൽ ഈ ഫിഗറോ അല്ലെങ്കിൽ ഈ ഫിഗറോ പഠിച്ചു വെക്കുക. 7 മാർക്കിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇവിടെ കാണുന്ന ഇപ്പോൾ ഒരു സിലിണ്ടറിക്കൽ സർഫസിലാണ് ആ ഒരു സൂപ്പർ ഫിനിഷിങ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രൈൻഡിങ്ങും ഹോണിങ്ങും ലാപ്പിങ്ങും സൂപ്പർ ഫിനിഷിങ്ങും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനുള്ള ഫിഗേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. നമുക്ക് എന്താണ് ഗ്രൈൻഡിങ് മനസ്സിലായി, ഹോണിങ് എന്താണെന്ന് മനസ്സിലായി, ലാപ്പിംഗ് മനസ്സിലായി, പോളിഷിങ് അഥവാ സൂപ്പർ ഫിനിഷിങ് മനസ്സിലായി. പിന്നെ നമ്മുടെ ലാപ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹോണിങ്ങിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ലാപ്പിങ്ങിൻ്റെ ആണ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിച്ച ക്വസ്റ്റ്യനാണ് 3 മാർക്കിന് 7 മാർക്കിനൊക്കെ. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ലാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഫൈൻ ഫിനിഷിംഗ് ആണല്ലേ, ഗിയേഴ്സിൻ്റെ ഒക്കെ ഫൈൻ ഫിനിഷിംഗ് നമുക്ക് യൂസ് ചെയ്യാം. ഡൈസിലും മോൾസിലും യൂസ് ചെയ്യാം. പിന്നെ വാൾവ് കോക്സ്, നമ്മുടെ എഞ്ചിൻ്റെയൊക്കെ ടാപ്പറ്റ് വാൾവിൻ്റെയൊക്കെ വാൾവ് സീറ്റുകളൊക്കെ ലാപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാം. ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അളക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഗേജസിനൊക്കെ എന്തെങ്കിലും സർഫസ് ഫിനിഷ് കൊടുക്കാം. നമ്മൾ ബിയറിംഗ് വീൽസിനോ അല്ലെങ്കിൽ ബിയറിംഗ് ബോൾസിലൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബോൾ ആൻഡ് റോളർ ബിയറിങ്സിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ലാപ്പിങ്ങിൻ്റെ അപ്ലിക്കേഷൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ 3 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഓർക്കാൻ പറ്റിയ സിമ്പിൾ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ ഹോണിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്ലിക്കേഷൻസ് ഓഫ് ഹോണിങ് ഓട്ടോമൊബൈൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയുടെയൊക്കെ സിലിണ്ടേഴ്സിൽ, അതുപോലെ ഹൈഡ്രോളിക് പ്രസ് സിലിണ്ടേഴ്സിൽ, റോളർ ബിയറിംഗ് റേസ് അല്ലേ, നമ്മൾ ബിയറിങ്ങിൻ്റെയൊക്കെ റോളർ റേസിലും അല്ലെങ്കിൽ റോളർ ബിയറിംഗ് റേസിലൊക്കെ, ഗൈഡ് ബുഷസ്, പിന്നെ കാനൺസിൻ്റെ ഒക്കെ ബോർസിൽ, പിന്നെ ബിയറിംഗ് ബോക്സിൽ. ഇതൊക്കെ നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ഹോണിങ്ങും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ലാപ്പിങ്ങുമാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഓർത്ത് വെക്കണം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കീവേഡൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിച്ചു വെക്കുക. സോ ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മുടെ ഈ ഒരു 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ചെറിയ മൊഡ്യൂളാണ്, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു സ്കോർ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് പറയാൻ പറ്റും. നമ്മുടെ നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം 22 മാർക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. 22 മാർക്കാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ആദ്യം പഠിച്ച ടോപ്പിക്ക് നമ്മൾ നോക്കി. ഈ 1 മാർക്കിൻ്റെ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചില്ലായിരുന്നു. ഇതിന് ആൻസർ പറയാൻ ശ്രമിക്കുക. നെയിം ദ ഗ്രൈൻഡിങ് മെഷീൻ യൂസ്ഡ് ടു ഫിനിഷ് പ്ലെയിൻ ഓർ ഫ്ലാറ്റ് സർഫസസ് അല്ലേ, ഏതാണ് നിങ്ങൾക്ക് എൻ്റെ ആൻസർ പറയാൻ പറ്റും. നമ്മളിന്ന് ഗ്രൈൻഡിങ്ങിൽ ഫസ്റ്റ് പഠിച്ച ഗ്രൈൻഡിങ് പ്രോസസ്സാണ് അല്ലേ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രൈൻഡിങ്ങിലൊരു ടൈപ്പ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ സർഫസ് ഗ്രൈൻഡ് ചെയ്യുന്ന പ്രോസസ്, ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ്ങിൽ കണ്ടോ, സർഫസ് ഗ്രൈൻഡിങ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക അല്ലേ. സ്മൂത്ത് ഫിനിഷ് ഓൺ ഫ്ലാറ്റ് സർഫസസ് ആണ് നമ്മൾ സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറയാം. നമുക്ക് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ ശേഷം മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കുക, റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും 1 മാർക്കിൻ്റെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തതാണ്. 2ാം സെറ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സെലക്ഷൻ ഓഫ് ഗ്രൈൻഡിങ് വീൽസ്. നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഗ്രൈൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാക്ടേഴ്സ് ഏതൊക്കെയാണുള്ളത് അല്ലെ. ഷേപ്പ്, മെറ്റീരിയൽ, അതുപോലെ സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. അടുത്ത 2 ക്വസ്റ്റ്യൻസ് സെൻട്രലെസ് ഗ്രൈൻഡിങ് അല്ലേ, അത് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ.
അപ്പോൾ അത് വരയ്ക്കണം. അതുപോലെ തന്നെ ആ 2 സർക്കിൾ വരുന്ന ഫിഗറല്ലേ, ഈസി ആയിട്ടുള്ള ഫിഗറാണ് ഇങ്ങനെ അല്ലേ. റെഗുലേറ്റിംഗ് വീല്, ഗ്രൈൻഡിങ് വീല്, വർക്ക് പീസ്, ഒരു വർക്ക് സപ്പോർട്ട്. ഇത്രയും സിമ്പിളായ ഫിഗറാണ്. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വെക്കുക. 7 മാർക്കാണ്. വരച്ചാൽ മാത്രം പോരാ. വിത്തിൻ ഈസ് എക്സ്പ്ലെയിൻ സെൻട്രൽലെസ് ഗ്രൈൻഡിങ്ങിനെ കുറിച്ച് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കൂടി എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ അപ്ലിക്കേഷൻസ് ഓഫ് ഹോണിങ് ആൻഡ് ലാപ്പിംഗ്. നമ്മൾ ഇന്ന് ലാസ്റ്റ് പഠിച്ച ടോപ്പിക്കാണ് ഹോണിങ്ങിൻ്റെ ലാപ്പിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 22 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. നവംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ പറയാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഞാൻ ആൻസർ പറയുന്നില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാക്സിമം 22 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. നവംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിൻ്റെ ആൻസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വീണ്ടും പറയുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ അപ്ഗ്രേഡിംഗ് പ്രോസസ് യൂസ്ഡ് മോസ്റ്റ്ലി ഫോർ ഫിനിഷിംഗ് റൗണ്ട് ഹോൾസ് ബൈ മീൻസ് ഓഫ് ബോണ്ടഡ് അബ്രസീവ് സ്റ്റോൺസ് കോൾഡ് ഹോൺസ് അല്ലേ. ഹോൺസ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു ഫിനിഷിംഗ് പ്രോസസ് ഏതാണ്? അതിൻ്റെ പേര് ശരിക്കും ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടല്ലേ. ജസ്റ്റ് ഇവിടെ ഹോൺസ് പറഞ്ഞാൽ നമുക്ക് മറന്നു പോയവർക്ക് വരെ ഓർക്കാൻ പറ്റും എന്താണത്, ഹോണിംഗ് ആണ് അല്ലേ. അപ്പോൾ അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് 1 മാർക്കിൻ്റെ ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ നോക്കുക. ഒന്ന്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സെൻട്രൽലെസ് ഗ്രൈൻഡിങ് ആണ്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചാണ് സെൻട്രൽലെസ് ഗ്രൈൻഡിങ്ങിൻ്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻ. നമ്മൾ ലാസ്റ്റ് പഠിച്ച ടോപ്പിക്ക് സൂപ്പർ ഫിനിഷിംഗ് ആണ്. നിങ്ങൾ ആ ഫിഗർ ഓർത്ത് വെക്കുക, അത് ഫിഗർ വരയ്ക്കുക, അതിനെക്കുറിച്ച് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഇപ്പോൾ ഇതിലുള്ള മാക്സിമം 22 മാർക്കിൻ്റെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഇവിടുന്ന് 22 മാർക്ക് നവംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഇത് ഇവിടുന്ന് നമുക്ക് മാക്സിമം 22 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇൻഡെക്സിങ് മെത്തേഡ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അബ്രസീവ്സ്. സോറി, ഞാൻ നാച്ചുറൽ അബ്രസീവ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കണ്ടെത്തി നോക്കുക. അത് നിങ്ങൾ ജസ്റ്റ് ഹോംവർക്കായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നാച്ചുറൽ അബ്രസീവ്സും ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ അബ്രസീവ്സും ഉണ്ട്. അപ്പോൾ അതിൽ അലുമിനിയം ഓക്സൈഡ്, സിലിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ നോട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് അതിൻ്റെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ പുറത്ത് രണ്ടും പഠിച്ചു വെക്കുക. നാച്ചുറൽ അബ്രസീവ്സിൻ്റെ പേരും പഠിച്ചു വെക്കുക, അതുപോലെ ആർട്ടിഫിഷ്യൽ അബ്രസീവ്സിൻ്റെ പേരും എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ എഴുതി വെക്കുക, അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതിന് ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിച്ചു. റൈറ്റ് ഷോർട്ട്സ് നോട്ട്സ് ഓൺ സെൻട്രൽലെസ് ഗ്രൈൻഡിങ്. നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഫിഗർ അല്ലേ, ഇതാണ് സെൻട്രൽലെസ് ഗ്രൈൻഡിങ്. റെഗുലേറ്റിംഗ് വീല്, ഗ്രൈൻഡിങ് വീല്, വർക്ക് പീസ്, ഒരു നമ്മുടെ വർക്ക് ബ്ലേഡ് അഥവാ ആ ടൂൾ നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന ഭാഗം. പിന്നെ എക്സ്പ്ലെയിൻ ലാപ്പിംഗ് പ്രോസസ്സ്. നമുക്ക് 2 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, മില്ലിംഗ് മെഷീനാണ്. എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് ബോൺസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഗ്രൈൻഡിങ് വീൽസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. വിട്രിഫൈഡ് ബോണ്ട്, ഷെല്ലാക്ക് ബോണ്ട്, റബ്ബർ ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈപ്സ് ഓഫ് ബോണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 6 പഠിച്ചു, 6 പേര് നമുക്ക് ഓർമ്മ വരണം. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള അപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത് മാത്രം പഠിച്ചു വെക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസുകൾ മില്ലിംഗ് മെഷീനിലെ. പിന്നെ ഇതും ഓക്കെയാണ്. നമ്മുടെ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിലെ ഫിഗർ വരയ്ക്കുക, പാർട്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമ്മൾ വിട്ടുപോയൊരു ടോപ്പിക്ക് നമ്മുടെ അബ്രസീവ്സിനെ കുറിച്ചാണ്. ബാക്കി 21 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമുക്ക് മാക്സിമം 22 മാർക്കാണ് തേർഡ് മൊഡ്യൂൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ ക്ലാസ്സോട് കൂടി നമ്മൾ തേർഡ് മൊഡ്യൂൾ അവസാനിപ്പിച്ചു. നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കിനി 4th മൊഡ്യൂളാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നമുക്കത് അടുത്ത ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.